സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, അയ്യുന്നാസി അഖിയസ്, പ്രവാചകരെ ഏറ്റവും ബുദ്ധിമാനായ മനുഷ്യനാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തോട് ഏറ്റവും ബുദ്ധിമാനായ മനുഷ്യനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അക്തറുഹും ദിക്റൻ ലിൽ മൗതി, ഏറ്റവും കൂടുതൽ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നവനും വഅഹ്സനുഹും ലഹു ഇസ്തിഅദാദൻ, ആ മരണാനന്തര ജീവിതത്തിന് വേണ്ടി ഏറ്റവും നന്നായി പണിയെടുക്കുകയും ചെയ്യുന്ന മനുഷ്യനാണ് ഏറ്റവും ബുദ്ധിമാനായ മനുഷ്യനെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തും. സഹോദരന്മാരെ, ധാരാളമായി നമ്മുടെ മരണത്തെക്കുറിച്ച്, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായും ആ മരണാനന്തര ജീവിതത്തിന് വേണ്ടി നന്മകൾ അധികരിപ്പിക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ മനസ്സുകളിൽ നമ്മുടെ മരണത്തെക്കുറിച്ചുള്ള ചിന്തകൾ ഉണ്ടാകണം. വീട്ടിൽ രാവിലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ജോലിക്ക് വേണ്ടി പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ പറയണം, ഇനി ഒരു മടക്കം ഒരുപക്ഷെ ഈ വീട്ടിൽ മയ്യിത്തായിട്ടായിരിക്കും തിരിച്ചു വരുന്നുണ്ടാവുക. അതുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കുടുംബക്കാരോട്, ഭാര്യയോട്, മാതാപിതാക്കളോട്, മക്കളോടുള്ള ബാധ്യതകളെല്ലാം നിർവഹിച്ചിട്ട് ആണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നത് എന്ന് ഞാൻ ഉറപ്പുവരുത്തണം. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ മനസ്സിനോട് പറയണം, ഒരു പക്ഷേ രാവിലെ ഈ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ എനിക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഈ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ആരോടും ഒരു പകയും വിദ്വേഷവും ഇല്ലാതെ, ആരോടും മനസ്സിലൊരു ഈർഷ്യതയില്ലാതെ, ആരോടുമുള്ള ബാധ്യതകളിൽ വീഴ്ച വരുത്താതെയാണ് ഞാൻ ഇന്ന് ഈ ചെറിയ മരണത്തിലേക്ക് വഴുതി വീഴുന്നത് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം.